4ാമത്തെ മത്സരമാണ്. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി ജനസമക്ഷം നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരവസരം നൽകണമെന്നാണ്. ദുഃഖം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ തേടിയെത്തി അവരോടൊപ്പം നിന്ന് അവരുടെ കണ്ണീരൊപ്പുവാൻ, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തവണ എനിക്കൊരു അവസരം നൽകുക. ഈ ഒരു ദൃശ്യം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് സോഷ്യൽ മീഡിയ ഏറെ വൈറലായ ഒരു വീഡിയോ ആണ്. കായംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന M. ലിജു തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഒടുവിൽ ആ കണ്ണുനീർ ദൈവം കണ്ടു എന്ന് വേണം പറയാൻ. കായംകുളം നിവാസികൾ കണ്ടു. ഇനി M. ലിജു MLA. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ലിജു ചേട്ടൻ എൻ്റെ അയൽവാസിയാണ്. ഞാൻ കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ, ഇപ്പോ ഈ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരെ തേടിയെത്തി അവരെ ചേർത്ത് പിടിക്കും എന്നുള്ള രീതിയിൽ, അവരുടെ കണ്ണീരൊപ്പും എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അത് വെറും വാക്ക് പറഞ്ഞല്ല കേട്ടോ. ആ ഒരു മനുഷ്യൻ അങ്ങനെയാണ്. കാരണം ആ മനുഷ്യനെ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അയൽവാസിയാണ്, കുഞ്ഞുനാളി മുതൽ കാണുന്ന ഒരാളാണ്. ഞാൻ കണ്ട കാലം അത്രയും ആ മനുഷ്യന് കൂടപ്പിറപ്പെന്ന് പറഞ്ഞൊരു സംഭവം വിനയമാണ്. അതാണ് അദ്ദേഹത്തിനെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ പാർട്ടിയിൽ തന്നെ നമുക്കറിയാം, ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ ഒരുപാട് വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം ആ ഒരു വിനയമുണ്ടല്ലോ, അത് ആ വിനയം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു നല്ല മനുഷ്യനാണ്, മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത് രാഷ്ട്രീയം വെച്ച് പറയുകയല്ല, എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇദ്ദേഹം ഓരോ തവണ മത്സരിക്കുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു, ഒരു അയൽവാസി എന്ന നിലയിലായാലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലായാലും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം വിജയിക്കണേന്ന്. മറ്റൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു ജനപ്രതിനിധിയാകും. മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിച്ചത്. ഒരുപക്ഷെ ഇത്തവണ അദ്ദേഹം വിജയിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അനിശ്ചിതത്തിലായേനെ. എന്തായാലും പ്രിയപ്പെട്ട കായംകുളം നിവാസികളെ, നിങ്ങൾക്ക് നല്ലൊരു MLA തന്നെയാണ് കിട്ടിയേക്കുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിന്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ ആ വിനയം, ഇനിയും ആ വിനയം കൂടപ്പിറപ്പായി തന്നെ മുന്നോട്ട് പോകട്ടെ. അതിനകത്ത് തന്നെ അദ്ദേഹം ഈ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്, അധികാരത്തിന് പുറകെ അധികാരത്തിൽ മതി മറന്നു പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം തന്നെയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ടും പോകാൻ ഇടവരട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപക്ഷെ നമുക്ക് ഒരു മന്ത്രിപദത്തിലേക്കൊക്കെ കാണാൻ സാധ്യത ഉള്ള ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ടീച്ചറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ടീച്ചേട്ടാ, നിങ്ങൾ എങ്ങനെയായിരുന്നു ഇതുവരെ, അതുപോലെ തന്നെ മുന്നോട്ട് പോകുക.